ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കൊഞ്ച് ഫ്രൈ ആണ്. കൊഞ്ച് ഫ്രൈക്ക് കൊഞ്ചെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, പിന്നെ മസാലയ്ക്ക് ചുവന്ന മുളക്, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ഇട്ട് പുരട്ടി കൊഞ്ച് വെച്ചേക്കുകയാണ്. അത് അല്പം നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കടുക് വറുത്ത് എടുത്ത് അതിനകത്തേക്ക് ചുവന്നുള്ളി, പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് വഴറ്റി ഇതിനകത്തോട്ട് ഞാൻ കൊഞ്ച് ഈ മാറ്റി വെച്ചിരിക്കുന്ന കൊഞ്ചിട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് ഇളക്കി, അതിനകത്ത് പറ്റിയിരിക്കുന്ന 2 കൊഞ്ച് എടുത്ത് ഞാൻ അതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. അതാ കാണുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഇതൊക്കെ അങ്ങനെ ഇളക്കി ഒരല്പം നേരം, ഒത്തിരി നേരം ഒന്നും വേണ്ട കൊഞ്ച് പാകമായി നമുക്ക് കിട്ടാനായിട്ട്, ഫ്രൈ ആയിട്ട് കിട്ടാനായിട്ട്. കാരണം അതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കൊഞ്ച് ഫ്രൈ ചെയ്യുന്നതിനകത്ത്, എണ്ണയ്ക്കകത്താണല്ലോ. പിന്നെ കൊഞ്ച് ഒത്തിരി മൂത്ത് പോകാം, ഒത്തിരി അങ്ങ് മൂപ്പിച്ചാൽ ഇത് കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പിന്നെ കട്ടിയായി പോകും, അല്ലാതെ റബ്ബർ പോലെ ഇരിക്കും. അതുകൊണ്ട് കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റ് മതി അത് പാകമായി കിട്ടാൻ. പിന്നെ ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കണം. പിന്നെ പച്ചക്കരിയേപ്പില ചേർത്ത് കൊടുക്കണം ഇതിനകത്ത്, ഒരു ടേസ്റ്റാണ്. നമ്മൾ കരിയേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കടുക് വറുത്തപ്പം എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ കൊഞ്ച് ഫ്രൈ ആയിട്ട് വരികയാണ്. കൊഞ്ച് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. കൊഞ്ച് ഫ്രൈ ആയി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായി